നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജന്റീന വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ചില്ല. ഏറ്റവും ഒടുവിലത്തെ കളിയിൽ 3-1 അവർ ജോർദാനെ പരാജയപ്പെടുത്തിയ കളി. ടീമിൽ മാറ്റങ്ങളുമായിട്ട് കോച്ച് ഇറക്കിയ മത്സരം. ഈ മത്സരത്തിൽ അർജന്റീനയുടെ പ്രകടനം നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. അർജന്റീൻ ഫുട്ബോൾ എക്സ്പേർട്ട് എണസ്റ്റോ പ്രൊവറ്റിയോയുടെ വിശകലനങ്ങൾ, അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ പറയുന്നത്. ഓരോ താരങ്ങളുടെയും പ്രകടനം എടുക്കാം. എമിലിയാനോ മാർട്ടിനസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ജോർദാൻ്റെ ഗോളിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. അത് ചെയ്യാനുണ്ടായിരുന്നില്ല. വളരെ മികച്ച രൂപത്തിലുള്ള ഒരു ഫിനിഷിംഗ് ആയിരുന്നു അത്. ഏതായാലും ദിബു മാർട്ടിനസിൻ്റെ പ്രകടനത്തിന് 10-5 മാർക്കാണ് കൊടുക്കുന്നത്. ഹുലിയാനോ സിമയോണി, അദ്ദേഹത്തെ നമ്മൾ റൈറ്റ് ബാക്ക് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് കണ്ടത്. പക്ഷേ പിന്നെ പലാസിയോസിനെയും ആ പോസ്റ്റിൽ നമ്മൾ കണ്ടു. പക്ഷേ സിമയോണി ശരിക്കും പറഞ്ഞാൽ ഡിഫെൻസീവ്ലി വല്ലാതൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം അറ്റാക്കിങ്ങിൽ വലിയ രൂപത്തിൽ ഇൻവോൾവ് ചെയ്തോയെന്ന് ചോദിച്ചാൽ അതും പറയാനില്ല. ഏതായാലും ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനപ്പുറം അദ്ദേഹം പലാസിയോസിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ റോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റങ്ങൾ വരുത്തി. എന്തായാലും ഇനി വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കോൺട്രിബ്യൂഷൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അവസരം കിട്ടുമ്പോൾ 10-6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. നിക്കോളാസ് ഓട്ടമെൻറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ കമ്പോസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ചില ഘട്ടങ്ങളിൽ ചെറിയ വീക്ക്നെസ്സുകൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് അർജന്റീൻ ഫുട്ബോൾ എക്സ്പേർട്ട് വിലയിരുത്തുന്നത്. ചില ചാൻസുകൾ അദ്ദേഹം ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഹാൻഡിൽ ചെയ്തു എതിരാളികളുടെ. എന്നാൽ അദ്ദേഹം 1-2 സിറ്റുവേഷനുകളിൽ മിസ് ജഡ്ജ്മെൻറ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒഫൻസീവ്ലി അദ്ദേഹം ചില ഘട്ടങ്ങളിൽ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് പീസ് ഘട്ടങ്ങളിലൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ബട്ട് അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് ഒരു ഗോൾ കൺവേർട്ട് ചെയ്യാനുള്ളൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. എനിവേ 10-5 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. മാർക്കോസ് സെനേസി, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് ഡെബ്യൂ വളരെ നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം ഡിഫൻസിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അതിൽ ഫൗൾ ചെയ്യപ്പെട്ടു, പെനാൽറ്റി കിട്ടി. ആ പെനാൽറ്റി ലൗട്ടർ ഗോളാക്കുകയും ചെയ്തു. 10-7 സെനേസിയുടെ ഒരു റേറ്റിംഗ്. നിക്കോളാസ് ടാഗ്ലിയഫിക്കോ, അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സെയിം ഓൾഡ് ടാഗ്ലിയ ഒരിക്കൽ കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും കളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ ഡെലിവർ ചെയ്യുന്ന അദ്ദേഹം ഈ കളിയിലും മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഫിസിക്കൽ ഡിസ്കംഫേർട്ടിൻ്റെ സൂചനകളൊന്നും ഈ കളിയിൽ ഉണ്ടായിരുന്നില്ല. 10-6 മാർക്കാണ് നിക്കോളാസ് ടാഗ്ലിയഫിക്കോക്ക്. ഇസിക്കിയൽ പലാസിയോസ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഏത് പൊസിഷൻ എന്നുള്ളതാണ്. നോർമലി അദ്ദേഹം കളിക്കാത്ത ഒരു പൊസിഷനിൽ റൈറ്റ് സൈഡിൽ അദ്ദേഹം ഡിഫൻസിലേക്കൊക്കെ ഇറങ്ങുന്ന രൂപത്തിലുള്ള ഒരു കളി കളിച്ചു. കോച്ച് പറയുന്നുണ്ട് അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അദ്ദേഹം സാധാരണ കളിക്കാറില്ലാത്തൊരു പൊസിഷനിൽ കളിപ്പിച്ചു. അദ്ദേഹം നന്നായിട്ട് ചെയ്തു. എനിവേ അദ്ദേഹത്തിന് 10-5 മാർക്കാണ് കൊടുക്കുന്നത്. ലിയാൻഡ്രോ പെരേഡസ് തീർച്ചയായിട്ടും ഒരു ഫോക്കൽ പോയിൻ്റ് ആവാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം വേർട്ടിക്കൽ റൺസ് നടത്തിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹം അൺനെസസറി റിസ്കുകൾ ചിലപ്പോൾ എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുകയും ചെയ്തു. അത് അവോയ്ഡബിൾ ആയിട്ടുള്ള ടേൺ ഓവേഴ്സ് ഉണ്ടാക്കി എതിരാളികൾ നീക്കങ്ങൾ നടത്തുന്ന രൂപത്തിൽ കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്തായാലും ഡിഫെൻസീവ്ലി അദ്ദേഹം വീക്കായിരുന്നു. അതാണ് ജോർദൻ്റെ കൺസലേഷൻ ഗോളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. 10-5 ലിയാൻഡ്രോ പെരേഡസിൻ്റെ ഒരു മാർക്ക്. നിക്കോ പാസ്, നല്ല മൂവ്മെൻറ്റുകൾ, ചില അറ്റംപ്റ്റുകൾ, ഡ്രിബ്ലിങ്, അതുപോലെ തന്നെ ചില ഷോർട്ട് ബേസ്റ്റുകൾ, സ്പീഡി ആയിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു മോശമല്ലാത്ത ഒരു ഇൻക്ലൂഷൻ അർജന്റീനയുടെ അറ്റാക്കിലേക്ക് ഒരു പക്ഷേ അദ്ദേഹത്തെ ആ രൂപത്തിൽ തന്നെ പരിഗണിക്കാവുന്നതാണ്. എന്തായാലും നിക്കോ പാസിൻ്റെ പ്രകടനത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 10-6. ജിയോവാനി ലോ ചെൽസോ, ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ അദ്ദേഹമാണ്. വളരെ മികച്ച രൂപത്തിൽ കളി അദ്ദേഹം നിയന്ത്രിക്കുകയുണ്ടായി. പെർഫെക്റ്റ് പാസുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കിടിലനൊരു ഗോള് അദ്ദേഹം ഒരു വെൽ ടേക്കൺ ഫ്രീ കിക്കിലൂടെ നേടുകയുണ്ടായി. 10-8 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. അടുത്ത ഹുലിയൻ അൽവാരസ്, അദ്ദേഹം നല്ല മൊബിലിറ്റി കാഴ്ചവെച്ചു. പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി സ്കോർ ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒരുപക്ഷെ അർജന്റീനയുടെ മോശം അറ്റാക്കർ എന്ന് പറയാവുന്ന തരത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഗോൾ മാത്രമല്ല ഓവറോൾ പ്ലേയിലും പിഴവ് പറ്റിയിട്ടുണ്ട് എന്നാണ് അർജന്റീൻ എക്സ്പേർട്ടിൻ്റെ വിലയിരുത്തൽ.
10-4 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ലൗട്രോ മാർട്ടിനസ് ആ പെനാൽറ്റി കിക്ക് അദ്ദേഹം ഗോളാക്കി മാറ്റി. ഫൈനലി അദ്ദേഹം വേൾഡ് കപ്പിലൊരു ഗോൾ അടിച്ചു. അദ്ദേഹം തീർച്ചയായിട്ടും ഡിസേർവ് ചെയ്തിരുന്ന കാര്യമാണ്. ലൗട്രോ വളരെ ആക്റ്റീവും വളരെ ഫാസ്റ്റും ഒക്കെ ആയിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ റിവാർഡ് കിട്ടിയ ഗോളിലൂടെ 6 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നവരിൽ ലയണൽ മെസ്സി, എന്ത് പറയാനാണ്. മെസ്സി വന്നതോടുകൂടി എതിരാളികൾ ശരിക്കും ബുദ്ധിമുട്ടി. മെസ്സി ഇല്ലാത്ത അർജൻറ്റീന ഒരു ആവറേജ് അർജൻറ്റീനയാണോ എന്ന തോന്നൽ പോലും ഉണ്ടായി. മികച്ച രൂപത്തിൽ ലയണൽ മെസ്സി കളിച്ചു. 10-7 മെസ്സിയുടെ റേറ്റിംഗ്. തിയാഗോ അൽമൈഡ കളിക്കളത്തിലേക്ക് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരുന്നു. മോശമല്ലാത്ത പെർഫോമൻസ് അദ്ദേഹം നടത്തുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചിലർക്കൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ അത് വേണ്ട എന്നൊരു തോന്നലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെർഫോമൻസിലൂടെ ഉള്ളത്. അദ്ദേഹത്തിന് 10-7 റേറ്റിംഗ്. അലക്സിസ് മാക്കലിസ്റ്റർ സാധാരണ പോലെ പാസിങ്ങിലൊക്കെ വളരെ നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം ഇടപെട്ടു. എന്തായാലും 10-5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. വാലന്റിൻ ബാർക്കോ അദ്ദേഹം ഗെയിമിലേക്ക് വന്നതിന് ശേഷം വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരുന്നു. ടീംമേറ്റ്സുമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ലിങ്കപ്പുകൾ ഉണ്ടാക്കി. ഡിഫെൻസീവ്ലിയും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തു. എന്തായാലും ഭാവിയിലെ മത്സരങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നൊരു താരം എന്നുള്ളതാണ് ബാർക്കോയുടെ ഒരു പ്രകടനം കൊണ്ട് പറയാൻ പറ്റുക. 10-6 റേറ്റിംഗ്. ഹോസെ മാനുവൽ ലോപ്പസ് കളിക്കളത്തിലേക്ക് വന്നു, പക്ഷേ കുറച്ച് മിനിറ്റുകൾ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേക റേറ്റിംഗ് കൊടുക്കുന്നില്ല. ലയണൽ സ്കലോനി മാനേജറുടെ ഒരു പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ, ഇതിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടൊരു സ്ക്വാഡ് ആണ് അദ്ദേഹം ഇറക്കിയത്. അർജൻറ്റീനക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. എല്ലാവരും റെഗുലർ സ്റ്റാർട്ടേഴ്സ് ആവാൻ കെൽപ്പുള്ള താരങ്ങളാണെന്നൊക്കെ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏതായാലും അർജൻറ്റീന പ്ലേയേഴ്സ് ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ അനുസരിച്ചാണ് കളിച്ചത് എന്നുള്ളത് വ്യക്തമായിരുന്നു. കോച്ചിങ് സ്റ്റാഫ് വളരെ കൃത്യമായിട്ട് വളരെ കുറഞ്ഞ മിസ്റ്റേക്സിൽ മാത്രം വരുത്തിക്കൊണ്ട് ടീമിനെ കളിപ്പിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. ഏതായാലും ഇതൊരു ബെസ്റ്റ് മാച്ചാണ് എന്നൊന്നും പറയാനില്ല. പക്ഷേ മറ്റൊരു ടാക്റ്റിക്കൽ ഓപ്ഷൻ കോച്ചിങ് സ്റ്റാഫ് ലയണൽ സ്കലോനിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സെറ്റ് പീസുകൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. എനിവേ സ്കലോനിക്ക് നൽകുന്ന റേറ്റിംഗ് 10-7. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.